അംബിക വർമ്മയുടെ കെണി വീണ് കിടക്കുന്നവർക്കാർക്കും ഒരു മോചനവും ഇല്ല മോളെ. അവരൊരു അസുര ജന്മോ. അവരെ തീർക്കണമെങ്കിൽ സാക്ഷാൽ ഭഗവാൻ തന്നെ പുതിയൊരു അവതാരം എടുക്കണം. അല്ല, അതവിടെ നിൽക്കട്ടെ. ഇതിത്ര കുഴപ്പം പിടിച്ച കാര്യമാണെന്ന് ഞാൻ അറിഞ്ഞില്ല മോളെ. ഇത്ര നിഷ്കളങ്കരായ മോളെയും രാജുവിനെയും ഒരു കാരണവശാലും ഞാൻ വേദനിപ്പിക്കുകയോ ചതിക്കുകയോ ഇല്ല. അല്ലെങ്കിൽ തന്നെ അങ്ങനെ ആരെയും ചതിച്ച ശീലമോ പാരമ്പര്യമോ ഞങ്ങൾക്കില്ല മോളെ. മനക്കലെ പത്മതീർത്ഥ കുളത്തിൽ ഉയരുന്ന ഗായത്രി മന്ത്രം കേട്ട് എണീറ്റ വെളുപ്പാൻ കാലങ്ങളാ എൻ്റെ ഓർമ്മയിൽ വരുന്നേ. മോളെ, ഞാനൊരു ഉറപ്പ് പറയാം. മരിക്കേണ്ടി വന്നാലും ഞാൻ മോളെ ചതിക്കില്ല. ഈ അംബിക ഇപ്പം ധിക്കരിക്കാൻ എനിക്കാവില്ല. കാരണം ഞാനിപ്പോൾ അവരുടെ തടവറയില്ല. ശുദ്ധഗതിക്കാരിയായി മറ്റൊരു സ്ത്രീയുടെ ഭർത്താവിനെ തട്ടിയെടുക്കണമെന്ന വ്യാമോഹത്തോടെയൊന്നും അല്ല ഞാനിവിടെ വന്ന് നിൽക്കുന്നത്. ഒരു വലിയ ഗതികേടിന്റെ പേരിൽ തന്നെയാ. ആന്റി, എന്താണെങ്കിലും എന്നോട് തുറന്ന് പറയേ. എന്തായാലും ഇപ്പൊ അത് പറയുന്നില്ല. ഒറ്റയ്ക്ക് എനിക്കിത് പരിഹരിക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരു പക്ഷേ എനിക്ക് തുറന്നു പറയേണ്ടി വരും. അംബികയുടെ കണ്ണ് വെട്ടിക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു സമയത്ത് ഞാനിത് വർമ്മ സാറിനോട് തുറന്നു പറയാം. പക്ഷേ അംബിക ഇത് അറിയരുത്. മോളെന്നെ വിശ്വസിക്കണം. ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, ഭഗവാൻ കൃഷ്ണനാണ് സത്യം. ഞാൻ മോളെ ചതിക്കില്ല. അല്ല, ആന്റി എങ്ങനെ ഇവരുടെ ചതിയിൽ പെട്ടുവെന്ന് എന്നോട് തുറന്നു പറയേ. ആ പവിത്രേ, അവിടെ പ്രതാപം വെയിറ്റ് ചെയ്യാ. വാ പോവാം. ഋതു, അവരെന്താ ഋതുവിനോട് പറഞ്ഞേ? രാജു, നമ്മൾ കരുതിയതുപോലെയൊന്നും അല്ല കഥ. എല്ലാം ഞാൻ പറയാം. എന്തായാലും അവരൊരു കുഴപ്പക്കാരിയല്ല. ദേ ഇങ്ങോട്ടിരിക്കെ. ആ ഇരിക്കടോ. നിങ്ങളെന്താ ഇങ്ങനെ മാറി നിൽക്കുന്നേ? ഇരിക്കുന്നില്ലേ? ആ ഇരിക്കും സാർ. അല്ല, പവിത്ര എവിടെ പോയിരുന്നതാ? ഞാനെങ്ങും പോയില്ല. ഞാൻ മോളോട് സംസാരിക്കുമായിരുന്നു. അഹങ്കാരം പറയുന്നല്ല, എന്റെ മോളെ വളരെ ജീനിയസാ. ഇതുകൂടി കഴിക്കും പവിത്രേ. അയ്യോ മാഡം, ക്ഷമിക്കണം. ഞാൻ ഫുൾ വെജിറ്റേറിയനാ. അതിനെന്തിനാ ക്ഷമ പറയുന്നേ? സസ്യാഹാരം കഴിക്കുന്ന ഒരു ഭാഗ്യവന്മാരാ. അവരുടെ ഉദരം ശുദ്ധവും മനസ്സ് പ്രകാശപൂർണവും ആകുന്നു. സ്വതവേ ഒരു മോശടനായവൻ ഒരു പെണ്ണിനെ കണ്ടപ്പോ തമാശ പറയാനും തുടങ്ങിയിരിക്കുന്നു.